സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിവാദം ജൂറിക്ക് മേൽ പഴിചാരി വേടനെ തഴഞ്ഞും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ചലച്ചിത്ര അവാർഡിൽ കുട്ടികളെ അവഗണിച്ചെന്ന പരാതി അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി ജൂറി കണ്ടിട്ടുണ്ടാകില്ല. ഇത്തവണത്തെ അവാർഡിന് പാട്ടുകാരനല്ലാത്ത വേടനെ പോലും പരിഗണിച്ചെന്നും മന്ത്രിയുടെ പ്രതികരണം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെയാണ്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി, അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി. അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവസാനത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടില്ല. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തൊരു പ്രതികരണമാണിത്? വാ തുറന്നാൽ വിവാദമാകുന്ന ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ. ഇപ്പോൾ ബാലതാരങ്ങളെ പരിഗണിച്ചില്ല, അത് കൃത്യമായ ഒരു ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അതിനിപ്പോൾ ജൂറിക്ക് മേൽ പഴിചാരുന്നു. ഒപ്പം വേടനെ തഴയുകയാണ് അവാർഡ് നൽകിയതിനു ശേഷം. എന്താണ് ഈ സജി ചെറിയാന്റെ വാദത്തിന് പിന്നിൽ? അശ്വതി, ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഈ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഈ അവാർഡിൽ ഈ കുട്ടികളെ ബാലതാരത്തെ പൂർണ്ണമായും തഴഞ്ഞു എന്നുകൊണ്ട് വലിയ ഗുരുതര ആരോപണം ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സജി ചെറിയാൻ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എല്ലാ കുറ്റവും, ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് അവാർഡ് നൽകാത്തതിന്റെ എല്ലാ കുറ്റവും ഈ സജി ചെറിയാൻ ജൂറി അംഗങ്ങൾക്ക് മേൽ പഴിചാരിക്കൊണ്ടാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാത്രമല്ല 6 സിനിമയായിരുന്നു ഇത്തരത്തിൽ കുട്ടികളുടേതായി ഈ അവാർഡിന് പരിഗണിക്കപ്പെട്ടത്. അതിൽ അവസാന റൗണ്ടിൽ എത്തിയത് വെറും 2 സിനിമയായിരുന്നു. മാത്രമല്ല ഈ 2 സിനിമയിലും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ അവാർഡ് ജൂറി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അവാർഡ് നൽകാതിരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. മാത്രമല്ല ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് കൃത്യമായി തന്നെ കുട്ടികളുടെ സിനിമയ്ക്ക് പ്രോത്സാഹനം നൽകും, അതിനു വേണ്ട ഫണ്ട് കണ്ടെത്തും, പിന്തുണ നൽകും എന്ന ഒരു കാര്യം കൂടി സജി ചെറിയാൻ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നലെ വേടനെ പരിഗണിച്ചിരുന്നു അവാർഡിന് ഏറ്റവും നല്ല എഴുത്തുകാരൻ എന്ന രീതിയിൽ. എന്നാൽ ഇങ്ങനെ വേടൻ അപ്പോൾ ഈ സജി ചെറിയാൻ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേടനെ പോലും തങ്ങൾ അവാർഡിനായി പരിഗണിച്ചു എന്നാണ്. ഈ പോലും എന്ന് പറഞ്ഞതിലായിരുന്നു ഒരു കാര്യമുണ്ടായിരുന്നത്. അത് കൃത്യമായി മന്ത്രിയോട് ചോദിക്കുകയുണ്ടായി, എന്താണ് താങ്കൾ ഇങ്ങനെ വേടനെ പോലും തങ്ങൾ പരിഗണിച്ചു എന്ന് പറഞ്ഞതെന്ന്. അപ്പോഴാണ് മന്ത്രി പറഞ്ഞത് താൻ ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്, വേടൻ ഒരു പാട്ടുകാരനാണ്, അങ്ങനെ ഒരു പാട്ടുകാരനെയാണ് തങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹം നല്ലൊരു വരികൾ എഴുതിയപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിൽ പരിഗണിച്ചത് എന്നുകൂടി മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ പറയുന്നത് അർഹമായ അവാർഡ് അല്ല വേടന് നൽകിയത് എന്നാണോ? അർഹരെ തഴഞ്ഞാണ് വേടന് അവാർഡ് നൽകിയത് എന്നല്ലേ അതിലെ ധ്വനി? തീർച്ചയായും അത് തന്നെയായിരുന്നു മന്ത്രി ഒരു ചടങ്ങിൽ, ഇന്ന് കോഴിക്കോട് നടന്ന ഒരു ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കവെയാണ് മന്ത്രി ഈ പറഞ്ഞത്. അതായത് വേടന് പോലും തങ്ങൾ അവാർഡ് നൽകി എന്നുള്ളതാണ്. അതായത് അർഹതയില്ലാത്തവർക്ക് കൂടി തങ്ങൾ അവാർഡ് നൽകി എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ പരിപാടിക്ക് ശേഷം മന്ത്രിയെ കണ്ട സമയത്ത്, ഈ കാര്യം ചോദിച്ച സമയത്ത് മന്ത്രി അതിൽ നിന്ന് തടി തപ്പാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ഒരു പാട്ടുകാരനായ വേടന് അദ്ദേഹം ഒരു പാട്ടെഴുതി, അത് മികച്ചതായിരുന്നു, അതുകൊണ്ട് അവാർഡ് നൽകി. ഈ പോലും വളച്ചൊടിക്കരുത് എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഒരു പ്രസംഗത്തിലാണ് മന്ത്രി ഇത് പറഞ്ഞത്. അതാണ് യഥാർത്ഥം എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും അത് ജൂറി അംഗങ്ങൾക്ക് മേൽ തലയിൽ കെട്ടിവെക്കുകയാണ്. മറ്റൊന്ന്, ഈ വേടന് പോലും തങ്ങൾ അവാർഡ് നൽകി എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് പറഞ്ഞത്. അശ്വതി. യെസ് അനഘ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിവാദം ജൂറിക്ക് മേൽ പഴിചാരിയും വേടനെ തഴഞ്ഞും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അങ്ങനെ എസ്കേപ്പ് ആയിരിക്കുകയാണ്.